മുക്കി മൂടി നടക്കാൻ തുടങ്ങിയിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ രാമേട്ട അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ടോ? ഞാൻ പറയട്ടെ, വല്ല വെടിപ്പേരക്ക് തീ പിടിച്ച കാര്യോ ബസ് പറഞ്ഞ കാര്യം വെച്ചാ പറയണ്ട. അതല്ല രാമേട്ട. രാമേട്ട കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായി? ഇതറിയാനെ താൻ എന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്ന് അറിഞ്ഞിരിക്കാനെന്നേ. 15 കൊല്ലായി. ഇപ്പൊ രാമേട്ടൻ എത്ര വയസ്സായി? 54. അയ്യോ, അപ്പൊ 39ാമത്തെ വയസ്സിലാണ് രാമേട്ടൻ കല്യാണം കഴിച്ചത്. അതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു രാമേട്ട തോന്നണില്ലേ? എനിക്കിപ്പോ അങ്ങനെ തോന്നണില്ല. അങ്ങനെയാണ്. 27-നും 30-നിടയ്ക്ക് ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം. അതാണ് അതിന്റെ കറക്റ്റ് പ്രായം. ഡോ വാരേ, 30ാമത്തെ വയസ്സിലേ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നുള്ള വാശിയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാം അല്ലേ രാമേട്ട? എന്താ തനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ കാര്യ. എടോ, താൻ വാല് പൊക്കണം കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അല്ല, വീട്ടില് ഞാനാണേ മൂത്ത മകൻ. അപ്പൊ അമ്മ എപ്പോഴും പറയും. അതിന് ഞാനിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? രാമേട്ട തെറ്റിദ്ധരിക്കൊന്നുമില്ല. രാമേട്ടന്റെ വീട്ടിൽ ഇടയ്ക്ക് വരാറുള്ള പെൺകുട്ടിയില്ലേ, അരുന്ധതി, നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. രാമേട്ടനെ ചേച്ചിയും കൂടി വിചാരിച്ച എനിക്കിഷ്ടം. എടോ, താൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചേ? എനിക്കും ഭാര്യയ്ക്ക് എന്താ കല്യാണ ബ്രോക്കർ പണിയാ? നല്ല പയ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന കുട്ടിയാടോ അത്. ആ കുട്ടി എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു? ആ കുട്ടിയുടെ തറവാട് എന്താ, അന്തസ് എന്താ? ഇനി ഞാനൊന്ന് പറയട്ടെ, താൻ ഞെട്ടൊന്നും വേണ്ട. മാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്ന മണി പോലുള്ള ചെറുക്കനായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് വൃത്തിയോട് പറയാ. എന്താ താനൊന്നും മിണ്ടാത്തെ? നാവിറങ്ങിപ്പോയോ? സോറി, ഞാൻ ഒരബദ്ധം. ഞാനിങ്ങനെ പറഞ്ഞായിട്ട് ചേച്ചിയോ കുട്ടിയോ അറിയരുത്. സോറി. തനിക്ക് ആ കുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടമായോ? കല്യാണം കഴിക്കുന്ന അത്രയ്ക്ക് മോഹമുണ്ടോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? കഴിച്ചൂടെ? രാമേട്ടൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പലതും പറയും. എടോ നാണല്ലാത്തോനെ, ഇത്രയും കാലമായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചിങ്ങത്തിലായല്ലോ. അയ്യടാ, അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ട.